പല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിവാഹങ്ങൾ നടക്കാനായിട്ടൊക്കെ ചില തടസ്സങ്ങളൊക്കെ വന്ന് ചേരാറുണ്ട്. അത് പല വിധത്തിലുള്ള തടസ്സങ്ങളിലൂടെ അങ്ങനെ വരാം. ചിലവർക്ക് ജാതകത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിവാഹം നീണ്ടുപോകാം. ചിലവർക്ക് വിവാഹം നീണ്ടുപോകാൻ ജാതകത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒരു കുടുംബ സംബന്ധമായി ചിലപ്പോൾ കുടുംബദേവത കോപോ അല്ലെങ്കിൽ പിതൃക്കളുടെ ശാപോ അതുമല്ലെങ്കിൽ കുടുംബ സംബന്ധമായ ചില ബാധ ഉപദ്രവങ്ങളോ ഒക്കെ വരുമ്പോൾ വിവാഹങ്ങൾക്ക് തടസ്സം വരും. അങ്ങനെ പല വിധത്തിൽ ഈ വിവാഹ തടസ്സം നമുക്ക് ഒരു ആണിനും ആൺകുട്ടിക്കും പെൺകുട്ടിക്കൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ വിവാഹത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ആദ്യം ജാതകത്തെ പറ്റി പറയണമല്ലോ. ഈ ജാതകത്തിലെ 7ാം ഭാവത്തിനെ പറ്റിയാണ് നമ്മൾ ജാതകത്തിൽ വിവാഹത്തെ പറ്റി പറയുന്നത്. ജാതകത്തിലെ 7ാം ഭാവം വിവാഹത്തിൻ്റെ കാരകൻ ആരാണ്? ശുക്രനാണ്. ഈ വിവാഹത്തിൻ്റെ കാരകൻ ശുക്രൻ മദനകാരകനാണ്. അപ്പൊ ഈ ജാതകത്തിൽ ശുക്രൻ എവിടെ നിൽക്കുന്നത്? ആ ശുക്രനെ ആര് ദൃഷ്ടി ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ 7ാം ഭാവത്തിൽ ആരാ നിൽക്കുന്നത്? വിവാഹത്തിന്റെ കളത്രസ്ഥാനത്ത് ആരാ നിൽക്കുന്നത്? ആ കളത്രസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളെ ആര് ദൃഷ്ടി ചെയ്യുന്നുണ്ട്? ഇതൊക്കെ നോക്കിയാണ് വിവാഹത്തിന്റെ പ്രശ്നങ്ങൾ പറയുന്നത്. അതിനൊരു പ്രമാണമുണ്ട് വിവാഹത്തിന്. വിവാഹ സംബന്ധമായ 7ാം ഭാവത്തിന്റെ പ്രമാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹമദനാലോക ഭാര്യ ഭർത്തൃ സമാഗമ ശയ്യ സ്ത്രീ സന്മനഷ്ടാർത്ഥ മൈഥുന്യാഭി സപ്തമാതെന്നാണ് 7ാം ഭാവത്തിന്റെ പ്രമാണം. അപ്പൊ വിവാഹകാരകനായ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് വിവാഹത്തിന്റെ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ വല്ലതൊക്കെ പറയുന്നത്. പിന്നെ 7ലും 8ലും പാപഗ്രഹങ്ങൾ നിന്നാൽ, ഒരുവന്റെ ജാതകത്തിൽ 7ലും 8ലും പാപഗ്രഹങ്ങൾ നിന്നാൽ വിവാഹം ഇത്തിരി നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. അത് ജാതകവശാലുള്ള വരുന്നതാണ്. 7ലും 8ലും പാപഗ്രഹം നിന്നാൽ. അപ്പൊ 7ലും 8ലും പാപഗ്രഹം നിന്നാൽ 9ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുകയാണെങ്കിൽ അത് ഒഴിഞ്ഞു പോകും. ആ തടസ്സം ഉണ്ടാവില്ല. 7ലും 8ലും പാപഗ്രഹം നിന്നാൽ 9ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുകയാണെങ്കിൽ അത് ബലവാനായ ഒരു ശുഭനായിരിക്കണം കേട്ടോ. ബലവാനായ ഒരു ശുഭൻ നിന്നാൽ ആ പെൺകുട്ടിക്ക് വൈദവ്യദോഷം, അല്ല ആൺകുട്ടിക്കാണ് പെൺകുട്ടിക്കാണെങ്കിലും വൈദവ്യദോഷം വരില്ല. നല്ല പുത്ര കളത്രത്തോടു കൂടി ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ പറ്റും. 7ലും 8ലും പാപം നിന്നാൽ ബലവാനായി ഒരു ശുഭഗ്രഹം 9ൽ നിന്നാൽ മതി. പിന്നെ വിവാഹത്തിന് തടസ്സക്കാരൻ ആരാണ്? കുജനാണ്. കുജനെ പറ്റിയാണ് ചൊവ്വാദോഷം എന്ന് പറയും. ഞാൻ ചൊവ്വാദോഷത്തിനെ പറ്റി ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്നറിയോ? ചൊവ്വാദോഷം എന്നും പറഞ്ഞ് കുറെ ജ്യോത്സ്യന്മാർ ചില മാതാപിതാക്കളെയും പെൺകുട്ടികളെയൊക്കെ ഈ പേടിപ്പിക്കുന്നൊരു സ്വഭാവമുണ്ട്. കാരണം ചൊവ്വാദോഷത്തിന് അതിനുള്ള പരിഹാരങ്ങൾ ഒത്തിരി ഉണ്ട്, ജാതകത്തിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ചൊവ്വാദോഷമെന്നും പറഞ്ഞ് ഒരു പെൺകുട്ടിയെ മാറ്റി നിർത്തണ്ടേ, അല്ലെങ്കിൽ അവളൊരു വീടിന് അപശകുനമാണ്, അവളെ എവിടെയെങ്കിലും മൂലക്ക് തള്ളിയിടേണ്ട കാര്യമില്ല. ചൊവ്വാദോഷത്തിന് ഇന്ന് ഒത്തിരി പരിഹാരങ്ങളുണ്ട്. ആ പരിഹാരങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്താൽ അവർക്ക് ആ ചൊവ്വാദോഷം മാറി കിട്ടുകയും അവർക്ക് അതിൻ്റെതായ നല്ല ഒരു ജാതകം വന്ന് ചേരുകയും ചെയ്യും. അപ്പൊ ചൊവ്വാദോഷം പറഞ്ഞ് ആരെയും ഒരു പെൺകുട്ടിയെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ചൊവ്വാദോഷത്തിന്റെ ഒരു പ്രമാണം ഇതാണ്: ധനേ വ്യയേ ച പാതാളെ ജാമിത്രേജ അഷ്ടമേ കുജ എന്നാണ് പറയുന്നത്. ധനേ വ്യയേ ച പാതാളെ ജാമിത്രേജ അഷ്ടമേ കുജ. 2ലും 12ലും 4ലും 7ലും 8ലും പാപഗ്രഹം കുജൻ നിന്നാൽ ഈ ചൊവ്വാദോഷം പറയാമെന്നാണ് പറയുന്നത്. പക്ഷേ ചില രാശികളിൽ കുജൻ നിന്നാൽ ചൊവ്വാദോഷം ഇല്ല. അതായത് കുജന്റെ ക്ഷേത്രങ്ങളിൽ കുജൻ നിന്നാൽ ചൊവ്വാദോഷമില്ല. മറ്റൊന്ന്, ചരരാശികളിൽ ചൊവ്വ നിന്നാൽ, ചരരാശികളിൽ ചൊവ്വ നിന്നാൽ കുജദോഷം പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ശനി ലഗ്നത്തിലോ 4, 7, 8, 12ലോ നിന്നാൽ ചൊവ്വാദോഷം പറയാൻ പാടില്ല, ചൊവ്വാദോഷം ഉണ്ടാവില്ല. ശനി 4, 7, 8, 12 ശനി നിന്നാൽ ചൊവ്വാദോഷം ഉണ്ടാകില്ല.
ജാതകത്തിൽ ശുക്രനെ ശനി ദൃഷ്ടി ചെയ്താൽ അവിടെ ചൊവ്വാദോഷമല്ല, അവിടെ വിവാഹത്തിന് തടസ്സം വരും. ജാതകത്തിൽ ശുക്രനെ ശനി ദൃഷ്ടി ചെയ്താൽ അവിടെ വിവാഹ തടസ്സം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ചൊവ്വാദോഷം കൊണ്ടും അല്ലെങ്കിൽ വിവാഹ തടസ്സം മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും വിവാഹ തടസ്സങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ട്. ഇപ്പം ചൊവ്വയെ കൊണ്ടുള്ള ദോഷങ്ങളാണെങ്കിൽ ചൊവ്വ ഏത് രാശിയിലാണ് നിൽക്കണമെന്ന് നോക്കണം. ചൊവ്വ ഓജരാശിയിലാണ് നിൽക്കണമെങ്കിൽ അത് സുബ്രഹ്മണ്യനാണ്. ചൊവ്വ യുഗ്മരാശി നിൽക്കുകയാണെങ്കിൽ അത് ദുർഗയും ഭഗവതിയൊക്കെയാണ്. അപ്പോൾ അർച്ചനകൾ സുബ്രഹ്മണ്യന് അല്ലെങ്കിൽ മുരുകന് അർച്ചനകൾ, അതേപോലെ തന്നെ കുമാരസൂത്രം കൊണ്ടുള്ള അർച്ചന, വഴിപാട്, ഷഷ്ടിവ്രതം, ചൊവ്വാഴ്ച വ്രതം, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കുജനെ കൊണ്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. ക്ഷേത്രാരാധന, 12 ദിവസം കുളിച്ചു തൊഴുത് സുബ്രഹ്മണ്യനെ ഭജിച്ചാൽ കുജദോഷത്തിൽ നിന്ന് മാറ്റം വരും. വീരഭദ്രന്റെ ക്ഷേത്രത്തിൽ 12 ദിവസം കുളിച്ചു തൊഴുത് വീരഭദ്രനെ അർച്ചന നടത്തിയാൽ വിവാഹ തടസ്സങ്ങൾ മാറാം. വിവാഹ തടസ്സം മാറിക്കിട്ടും. വിവാഹം പെട്ടെന്ന് നടക്കും. 12 ദിവസം വീരഭദ്രനെ അർച്ചന നടത്തണം. അതുപോലെ ചൊവ്വട സ്തോത്രം ഇതൊക്കെ ചൊല്ലിയാലും ചൊവ്വട ദോഷങ്ങൾ നമുക്ക് മാറിക്കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്ഷേത്രാരാധനയും അതേപോലെയുള്ള ചൊവ്വട ദോഷങ്ങൾ മാറാനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്താൽ ചൊവ്വയെ കൊണ്ടുള്ള ദോഷങ്ങളും അതേപോലെ തന്നെ ദേവിക്ക് പട്ടും താലിയും ദേവീസ്തുതികൾ ചൊല്ലുകയും ക്ഷേത്രാരാധനയെല്ലാം ഭംഗിയായി നടത്തുകയോ ഒക്കെ ചെയ്താൽ വിവാഹ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വിവാഹ തടസ്സങ്ങൾ പിന്നും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നല്ലൊരു ജ്യോത്സ്യനെ ചെന്ന് കണ്ടാൽ, നിങ്ങളുടെ കുടുംബ സംബന്ധമായ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ജ്യോത്സ്യൻ അതിൻ്റെ ആ തടസ്സങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അതിന് പരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് വിവാഹ തടസ്സം മാറി നല്ല ദാമ്പത്യ ജീവിതം തുടർന്നു പോരുന്നവർ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നന്നായിരിക്കും.